കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ചെയ്യുന്നത് പുണ്യകരമാണ്. അവരിൽ പലരും രാമായണം വായിക്കുന്നതിൽ വിമുഖത കാട്ടുന്നത് കാണാറുണ്ട്. കാരണം അവരുടെ ഉള്ളിലുള്ള അജ്ഞതയാണ്. അത്രമാത്രമാണ് പല അരുതുകളും ഇന്ന് രാമായണം വായിക്കുമ്പോൾ തെറ്റി 30 ദിവസം കൊണ്ട് രാമായണം പൂർണ്ണമായും വായിച്ച് ആ ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ പോകുന്നു ആശങ്കകൾ. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഓരോ ദിവസവും ഇത്ര ഭാഗം വെച്ച് വായിച്ചാൽ 30 ദിവസം കൊണ്ട് നമുക്ക് ഭക്തിയോടും ചിട്ടയോടും കൂടി രാമായണം വായിച്ച് ആ ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കും. നമ്മൾക്ക് ഓരോ ദിവസം ചൊല്ലേണ്ട ഭാഗം പരിശോധിക്കാം. ആദ്യത്തെ ദിവസം രാമായണ മഹാത്മ്യം ഉമാമഹേശ്വര സംവാദം. രണ്ടാമത്തെ ദിവസം ശ്രീരാമ അവതാരം ബാല്യവും കൗമാരവും. മൂന്നാമത്തെ ദിവസം വിശ്വാമിത്രന്റെ യാഗരക്ഷ. നാലാമത്തെ ദിവസം അഹല്യാമോക്ഷം സീതാ സ്വയംവരം. അഞ്ചാമത്തെ ദിവസം ശ്രീരാമാഭിഷേകാരംഭം. ആറാമത്തെ ദിവസം അഭിഷേക വിഘ്നം. ഏഴാമത്തെ ദിവസം വനയാത്ര. എട്ടാമത്തെ ദിവസം ഗുഹസംഗമം. ഒൻപതാമത്തെ ദിവസം ചിത്രകൂട പ്രവേശം ഭരതാഗമനം. പത്താമത്തെ ദിവസം പാതുക പട്ടാഭിഷേകം. തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ആ ഭാഗങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമന്റ് ചെയ്യാനും മറക്കല്ലേ.